ഹായ് ഹലോ ഗായ്സ്. അപ്പം നമ്മളിപ്പം ഉള്ളത് ടൗണിലാണ് കേട്ടോ. അപ്പം ഞാനിന്ന് രാവിലെ തന്നെ TC മാർക്ക് ലിസ്റ്റ് സ്കൂളിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പം സമയം ഇപ്പം 10:50 ആയിട്ടുണ്ട്. അപ്പം ഞാൻ ബസ് വെയിറ്റ് നിൽക്കും. അപ്പം നമ്മുടെ ബസ് വരുന്നത് ഞാൻ ബസ്സിൽ കയറി വേഗം സ്കൂളിലേക്ക് പോവാം. ഗായ്സ് നമ്മളിതാ ബസ്സിലിരിക്കുകയാണ്. അപ്പം എനിക്ക് ഫ്രണ്ട് സീറ്റ് തന്നെ ഉണ്ട്, സൈഡ് സീറ്റിലാണ് ഞാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കാൻ പൈസയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം നമുക്ക് സ്കൂളിലേക്ക് പോവാം. നിങ്ങൾക്ക് എൻ്റെ ഔട്ട് വ്യൂ കാണിച്ചു തരാം ഗായ്സ്. അപ്പോൾ ഇവിടെ മാതാവിൻ്റെ പിക്ചർ ഉണ്ട്, പനമരം. ഗായ്സ് അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്കൂൾ വന്നിട്ടുള്ളത് പനമരത്താണ്. അപ്പം ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പനമരത്താണ് പഠിക്കുന്നത്. ബസ്സിലധികം ആൾക്കാരൊന്നുമില്ല, എങ്കിലും രാവിലെ ആണെങ്കിൽ ഇന്ന് വർക്കിംഗ് ഡേ ആണല്ലോ. അപ്പം രാവിലെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും. ഇപ്പം എന്താ സമയം 10 മണിയല്ലേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല. ഗായ്സ് അപ്പം ഞാൻ സീറ്റ് മാറിയിട്ടിട്ടുണ്ട്, കാരണം അവിടുത്തെ ഷട്ടർ അടച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ സീറ്റ് ഷട്ടർ അടച്ചിട്ടുണ്ട്. നമ്മുടെ ബസ്സിൽ അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാട്ടൊക്കെ കേട്ടിട്ട് പോകാനുണ്ടോ. നമ്മളിപ്പോൾ സ്ഥലമൊന്നും എത്താനായിട്ടില്ല കേട്ടോ ഗായ്സ്. ഇനി അരമണിക്കൂർ ഇവിടെ നമ്മൾ യാത്ര ചെയ്താണ് നമ്മൾ പനമരത്ത്. ഗായ്സ് ഇങ്ങനെ നമ്മളിതാ പനമരം പുഴേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഷട്ടർ അടച്ചുകൊണ്ട് പുഴ കാണിക്കാൻ പറ്റുന്നില്ല, നോക്കാം. ഗായ്സ് അപ്പം നമ്മുടെ പനമരം പുഴയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഈ പാലം ഇച്ചിരി സീനാണ്. അപ്പോൾ ഇവിടെ പുതിയ പാലം പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1 വർഷമൊക്കെ എടുത്തിട്ടുണ്ട് ഈ പാലം പണിയാൻ വേണ്ടിയിട്ട്. ഗായ്സ് ആണ് നമ്മളിതാ പനമരം ടൗണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. ഗായ്സ് ഇപ്പോൾ എല്ലാവരും ബസ് ഇറങ്ങാണ്. ഇവിടെ ഞാനും ബസ് ഇറങ്ങാണ്. നിറച്ച് വെള്ളമാണ് ഗായ്സ്. അങ്ങനെ നമ്മളിതേ ബസ് ഇറങ്ങി. ഗായ്സ് ആണ് നമ്മളിതേ പനമരം ടൗണിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സ്കൂളിലേക്ക് നടക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ ടൗണിൽ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ വന്ന ബസ് ഇതാണ് ഗായ്സ്. മേരി മാതാവാണ് ബസ്സിൻ്റെ പേര്. ബസ് പുതിയ ബസ്സായിരുന്നു കേട്ടോ. അത് നമ്മളിതേ ടൗണിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിലേക്ക് നടക്കാൻ വേണ്ടി പോവാണ്. എല്ലാവരും ഞാൻ അത്ഭുതത്തോടെ നോക്കുകയാണ് ഗായ്സ്. ഹായ് ഗായ്സ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വൈഷ്ണവാണ്, നമ്മുടെ ചക്കരയാണ്. അപ്പോൾ വൈഷ്ണവ് ഓൾറെഡി TC ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഞങ്ങൾ രണ്ടും കൂടി വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്കിനി സ്കൂളിലേക്ക് പോവാം. പോട്ടെ പോവാം ഗായ്സ്. അപ്പോൾ നമ്മളിങ്ങനെ സ്കൂളിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നടക്കുവാണ് അതെ, കാലുകൊണ്ടാണ് നടക്കുന്നത്. ഗായ്സ് വലിയൊരു പണി കിട്ടിയത്. അവിടെ നിന്നുള്ള വെള്ളം മുഴുവനും കൂടി ഇതേ എൻ്റെ വാച്ചിന് എൻ്റെ കയ്യിലും പോകുന്ന തലയിലും ആയിട്ടുണ്ട് ഗായ്സ്. ഇത് എൻ്റെ വാച്ച് മുഴുവൻ നനഞ്ഞു. എടാ എൻ്റെ വാച്ച് തത്തു ഗായ്സ്. ഇത് എൻ്റെ വാച്ചിന് ഫുൾ പണി കിട്ടി. വാച്ച് നിറച്ച് വെള്ളമായി. അയ്യോ ഗായ്സ്. അപ്പോൾ എൻ്റെ വാച്ചും വെള്ളം കുടിച്ചു, ചക്കരേൻ്റെ തലയും വെള്ളം കുടിച്ചു ഗായ്സ്. അങ്ങനെ നമ്മളിതാ സ്കൂളിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ്. ഓ വാവ് ഗായ്സ്, നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ഫുള്ള് കുളമായി കിടക്കുകയാണ്. നമുക്ക് വേണ്ടി എടുത്ത് ചാടി മറിയാം. സ്വിമ്മിംഗ് പൂളിൻ്റെ ആവശ്യമൊന്നുമില്ല. അതന്നെ റോഡിലാണ് നമ്മുടെ ഈ കുളം നിങ്ങൾ കാണുന്നത് ഗായ്സ്. അങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ വഴിയാണ് ഈ കാണുന്നത്. നമുക്ക് ഈ വഴിയിലൂടെ നടന്നു പോവാം. വഴിയിലൂടെ പോത്ത് കയറ് വിട്ട പോലെ പോകുന്നു. ഒന്നും പറഞ്ഞില്ല. എപ്പോഴും പോത്ത് പോത്താണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പോത്തിനെ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഗായ്സ്. കാരണം നമ്മൾ സ്കൂളിലേക്ക് നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബിൽഡിംഗ് തൊട്ട് ബാക്കിലുള്ള ബിൽഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ലെറ്റ്സ് ഗോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതാ സ്കൂളിലേക്ക് നടന്നു പോവാണ്. ഗായ്സ് അങ്ങനെ നമ്മുടെ മഹത് വ്യക്തി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഇത് ഈ വരാന്തയെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര മിസ്സടിക്കുന്നു ഗായ്സ്. അപ്പോൾ നമുക്ക് നമ്മുടെ TC വാങ്ങാം ഗായ്സ്. ഗായ്സ് അപ്പം നമ്മൾ TC CC എല്ലാം നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ റിസീവ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനത് ബാഗിലേക്ക് വെക്കട്ടെ ഗായ്സ്. ഗായ്സ് അപ്പം നമ്മൾ ചക്കരേനെ കൂടി ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടി പോവാണ്. ആ മട്ടൻ മറ്റേ പഴുതും തലയൊന്നും കൊണ്ടുവന്നില്ല, അതുകൊണ്ട് അവനെ കൂടി ഞാൻ എല്ലാം വെക്കുകയാണ്. ഗായ്സ് ആണ് നമ്മളിതോ ബാഗിലേക്ക് വെച്ചു TC CC എല്ലാം. എന്നിട്ട് ടീച്ചറിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് ഗായ്സ്. അപ്പം എൻ്റെ ക്ലാസ് ടീച്ചറായ എൻ്റെ സ്വന്തം പ്രീതി മിസ്സാണ്. അപ്പോൾ ടീച്ചർ എന്നോട് മുടീൻ്റെ കാര്യവും കോഴ്സിൻ്റെ കാര്യമൊക്കെ ടീച്ചർ ചോദിച്ചറിയാണ് ഗായ്സ്. ടീച്ചറുടെ അടുത്ത് അനുഗ്രഹമൊക്കെ വാങ്ങി ടീച്ചറോടൊക്കെ ഗുഡ് ബൈ പറഞ്ഞ് നമ്മൾ പോവുകയാണ് ഇനി ഗായ്സ്. അങ്ങനെ നമ്മൾ TCയും ഒക്കെ വാങ്ങിയിട്ട് നമ്മുടെ സ്കൂളിനോട് ഗുഡ് ബൈ പറഞ്ഞ് വരുവാണ്. മിസ് സ്കൂൾ സ്കൂൾ. അപ്പോൾ നമ്മുടെ സ്കൂളിൽ നമ്മളിനി വിട പറഞ്ഞ് പോകാൻ വേണ്ടി പോകണം. എനിക്ക് ഭയങ്കര കുറേ മെമ്മറീസ് എനിക്ക് ഇങ്ങനെ ഓടി വന്നു. സ്കൂളിനോട് ബൈ പറഞ്ഞു ഗായ്സ്. അപ്പോൾ നമുക്കിനി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാം. നമ്മൾ സ്വിമ്മിംഗ് പൂളൊക്കെ കടന്നു കഴിഞ്ഞ് നടന്നു നീങ്ങുകയാണ് ഗായ്സ്. അപ്പോൾ നമുക്ക് ഇൻ്റർവെല്ലും കാര്യങ്ങളൊക്കെ കിട്ടി കഴിയുമ്പോൾ നമ്മളിതാ ഈ കടയിൽ വന്നിട്ടാണ് നമ്മൾ വൈബടിച്ച് മിഠായിയൊക്കെ വാങ്ങി കഴിക്കുന്നത് കേട്ടോ ഗായ്സ്. നമ്മൾ പോയപ്പോൾ ഈ ഷീറ്റിൽ നിന്നാണ് നമ്മുടെ തലയിലേക്ക് വെള്ളം വീണത്. എൻ്റെ തലയിലും എൻ്റെ വാച്ചിന് എന്താ പ്രശ്നം എനിക്ക് അറിയില്ല ഗായ്സ്. മൊത്തത്തിൽ ഹാങ് ആവുന്നുണ്ട്. വെള്ളം വീണുകൊണ്ട് എന്തെങ്കിലും പറ്റിയതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേണ്ടി പോയത് അല്ല ഗായ്സ്, എനിക്ക് മോജ് എന്ന വാച്ചാണ്. എൻ്റെ മോജ് എന്ന വാച്ചാണ് ഗായ്സ്. അങ്ങനെ നമ്മളിപ്പം ഒരു ബേക്കറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര മഴയായിരുന്നു ഗായ്സ്. നമ്മളിത് ഇങ്ങോട്ട് എൻട്രി കഴിഞ്ഞിട്ടുണ്ട്.
ഇഷ്ടംപോലെ കേക്കിൻ്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ അവിൽ മിൽക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിൽ മിൽക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നനഞ്ഞ കോഴിനെ പോയില്ല കഴിച്ചവരെ കാണാൻ. നനഞ്ഞ കോഴിനെ പോലാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഗായ്സ് അപ്പോൾ ഇവിടെ വലിയ സ്റ്റൂളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഞാൻ തിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്, പക്ഷെ മറിഞ്ഞിട്ട് വീഴും. ഗായ്സ് അങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മുടെ അവിൽ മിൽക്ക് അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. രസമെന്നാ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗായ്സ്. ഗായ്സ് അപ്പോൾ നമ്മുടെ ചക്കര ഇവിടെ കഴിച്ച് കളിക്കും. ഒരു രസമില്ല അല്ലേ? ഒട്ടും രസമില്ല അല്ലേ? സൂപ്പർ കാണിച്ചിട്ടാണ് രസമില്ലെന്നാണ് പറയുന്നത്. അപ്പം നമുക്കും കഴിച്ചോക്കാം ഗായ്സ്. എൻ്റെ മുമ്പിലേക്ക് അവർക്ക് ചിരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും എടുത്ത് കഴിക്കാൻ വേണ്ടി പോകും. ഞാനും എടുത്ത് കഴിക്കാൻ വേണ്ടി പോവാണ് ഗായ്സ്. ടേസ്റ്റി സൂപ്പർ ടേസ്റ്റി. കപ്പ് ഐസ്ക്രീമാണ് ഒരു ആഡ് ചെയ്തിരിക്കുന്നത്. ടേസ്റ്റ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഞാൻ കഴിക്കട്ടെ. നിങ്ങൾക്ക് അവൽ മിൽക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഗായ്സ്. അപ്പം എന്തായാലും അവൽ മിൽക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റാണ്. അപ്പം ഞാൻ അവൽ മിൽക്ക് കഴിക്കണേ. നിങ്ങൾ കഴിക്കുക ഗായ്സ്. എല്ലാവർക്കും ഉണ്ട്. ഇതുവരെ ഞാൻ അവൽ മിൽക്ക് ഗായ്സ് കഴിച്ചൊത്തിട്ടില്ല. നിങ്ങൾ കണ്ടില്ലേ? ഭയങ്കര സ്ലോ ആണ് ഗായ്സ്. ഞാൻ ഫുഡ് കഴിക്കാൻ ഭയങ്കര സ്ലോ ആണ്. നിങ്ങൾ ഇപ്പോൾ സ്ലോ ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കണ്ടില്ലേ ഗായ്സ്, ഞാൻ ഇത്ര എത്തിയിട്ടുള്ളൂ. ഞാൻ കഴിച്ച് ഇത്ര എത്തി. വാട്ട് എ മാൻ. അപ്പം ഞാൻ എങ്ങനെയും വേഗം അവൽ മിൽക്ക് കഴിച്ച് തീർക്കണേ ഗായ്സ്. അപ്പോൾ പുറത്ത് നല്ല മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. രക്ഷയില്ല, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ പീസ് കൂടി വാങ്ങി കഴിച്ചാണെന്ന് ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗായ്സ്. നമ്മുടെ കേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ബബ്ലിയും കുബ്ലിയാണ് നമ്മുടെ കേക്ക്. മഴ പെയ്തോണ്ട് ഞാൻ പറയുന്നത് കേക്ക് എന്താ. അപ്പോൾ നമുക്ക് കേക്ക് കഴിക്കാം ഗായ്സ്. യെസ്, അവിടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ട് ഗായ്സ്, അഡ്ജസ്റ്റ് ചെയ്യാം ഗായ്സ്. അങ്ങനെ നമ്മളിതാ നമ്മുടെ ഫുഡ് ഫുൾ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവൽ മിൽക്കും അതുപോലെ തന്നെ നമ്മുടെ കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കേക്കൊക്കെ ഗായ്സ് ഞാൻ കഷ്ടപ്പെട്ടാണ് കഴിച്ചതിൻ്റെ വയറ് ഫുള്ളായി ഗായ്സ്. ഇന്ന് നമ്മൾ നമ്മുടെ ബാഗ് എടുത്തിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോകും ഗായ്സ്. ഇപ്പോൾ ഭയങ്കര മഴയാണ്. അപ്പോൾ ഇത് കൊടയൊക്കെ പിടിച്ചിട്ട് നമ്മുടെ ചക്കര ഇട്ട്. അയ്യോ ഭയങ്കര സത്യം മഴ. അമ്മ ഭയങ്കര മഴയാണ്. മഴ കഴിഞ്ഞിട്ട് പോയാൽ മതി. നമുക്ക് മഴ കഴിഞ്ഞിട്ട് പോകാം ഗായ്സ്. ഭയങ്കര മഴ ഗായ്സ്. അങ്ങനെ മഴ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ഇതേ നടക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം മഴ അതെ മഴ നല്ലതായിട്ടില്ല ഗായ്സ്, എന്നാലും മഴ അത്യാവശ്യം നല്ല മഴ ഉണ്ട് ഗായ്സ്. അപ്പം നമ്മളിത് നടക്കാണ്. നമ്മുടെ ബസ് സ്റ്റാൻഡ് ഉള്ളത് അവിടെയാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ബസ് സ്റ്റാൻഡിൽ ബസ്സുണ്ട്. പിന്നെ എന്താ കാറാണ് ഗായ്സ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പനമരം ബസ് സ്റ്റാൻഡ്. അപ്പം നമ്മളങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് ഇതേ നടന്നുകൊണ്ടിരിക്കുക. അയ്യോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. എൻ്റെ ഗായ്സ് ബസ് പിടിച്ച് ഞങ്ങൾ ഗായ്സ് ബസ് ഞങ്ങൾ നേരെ വന്നു. ഞങ്ങൾ പത്തിയടി ഞെട്ടിപ്പോയി. ബസ് ഇടിക്കാനാണെന്ന് ഓർത്തു പോയി ഗായ്സ്. അതെ അതെ ഗായ്സ്. അപ്പോൾ നമ്മൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ ഞാൻ എപ്പോഴും ഈ കടയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. നമ്മുടെ സഫ ബേക്കറിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. എനിക്ക് ഇങ്ങനെ നിന്നാലാണ് ഇവൻ്റെ ഒപ്പം ഹൈറ്റ് എത്തുള്ളൂ. കണ്ടില്ലേ ഗായ്സ്, ഞാൻ സ്റ്റെപ്പിൻ്റെ മണ്ടേ കയറിയിട്ടാണ് നിൽക്കുന്നത്. സോറി. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വാങ്ങി നോക്കിയാണ് നിൽക്കുന്നത് ഗായ്സ്. ആക്ച്വലി ഇതെൻ്റെ ബസ്സാണ്, നമ്മുടെ ബത്തേരി ബസ്സാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ എനിക്ക് ഈ ബസ്സിന് കയറി പോകാം. പക്ഷേ ഭയങ്കര മഴയാണ് ഗായ്സ്. എനിക്ക് ബസ് കയറാൻ ഭയങ്കര മടിയാണ്. അല്ലടാ ഗായ്സ്. അപ്പോൾ ചക്കരേനെ മാല എനിക്ക് അവൻ ഇട്ട് നോക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സ്കേറ്റ് ബോർഡൊക്കെ ആണ് ഉള്ളത്. ഇത് കഴിച്ചു തട്ടി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ. എന്തൊക്കെയോ പറയുന്നുണ്ട് നിങ്ങൾ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ അടുത്ത ബസ്സും വന്നു. എനിക്ക് പോകാനായിട്ട് മൂഡ് വരുന്നില്ല ഗായ്സ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ബസ്സിന് പോകാം ഗായ്സ്. അപ്പോൾ നമ്മൾ ചക്കരയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഫയൽ വാങ്ങാൻ വന്നതാണ്. അവൻ്റെ എന്താ പറയുക ഡോക്യുമെൻറ്റ്സ് ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മണ്ടനൊന്നും കൊണ്ടാകാണ് വന്നത്. അതുകൊണ്ട് തന്നെ അവൻ പുതിയ ഫയൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എൻ്റെ അടുത്താണ് ഇപ്പോൾ ഓൾറെഡി അവൻ്റെ എന്താ പറയുക ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് എൻ്റെ ഫയലിലേക്ക് വരാം ഗായ്സ്. അങ്ങനെ ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്ന ബസ് തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്നാലും പോവാം. അപ്പോൾ നല്ല മഴയാണ് ഗായ്സ്. ഗായ്സ് അങ്ങനെ നനഞ്ഞു പോയിട്ടപ്പോൾ ഞാൻ ബസ്സിൽ കയറിയിട്ടുണ്ട് ഗായ്സ്. ഇതുപോലെ നടന്നു. ചക്കരേൻ്റെ മാല കൊടുത്തില്ല ഗായ്സ്. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. യെസ്, നമുക്ക് കേണിച്ചിൽ ഇറങ്ങണം. കാരണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി മമ്മ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ എനിക്കൊരു വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്കരേൻ്റെ മാല ഞാൻ അവന് കൊടുക്കാൻ മറന്നു പോയി ഗായ്സ്. അപ്പോഴേക്ക് മഴയായി ഞാൻ അവന് കൊടുക്കില്ല. എനിക്കൊരു ഭയങ്കര വിഷമമാണ്.
സാരമില്ല, അവരെന്തായാലും നീ എടുത്തോന്നായിട്ട് എനിക്ക് തന്നത്. എന്തായാലും അതുപോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ബസ്സിലാണ് ഗായ്സ്. അപ്പോൾ ഓർഡർ ചെയ്യാനുള്ള അപ്പോൾ നമ്മൾ പനമരം പാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ ഗായ്സ്, നമ്മൾ ബസ്സിലാണ്. നല്ല പെരുമഴയാണ് പുറത്ത്, പെരുമഴ. ബസ്സൊക്കെ ഇറങ്ങിയതാ കേണിച്ചർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ വാങ്ങാൻ പോകുന്നത് മീനിനെയാണ് കേട്ടോ. അപ്പം എനിക്ക് 2 മീനിനെ വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം വീണ്ടും വന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ പെറ്റ് ഷോപ്പിലേക്ക് പോകാം അല്ലേ. അപ്പോൾ നമ്മുടെ ജംഗിൾ ബുക്ക് എന്നാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സൈഡിൽ കൂടി ഇറങ്ങുമോ. അപ്പോൾ നമുക്ക് നേരെ എങ്ങോട്ട് പോകണ്ടേ, നമ്മുടെ പെറ്റ് ഷോപ്പിലേക്ക് പോകാം അല്ലേ ഗായ്സ്. അപ്പോൾ നമ്മുടെ പെറ്റ് ഷോപ്പ് ഇതാ അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങോട്ടിലെ കരച്ചിലേക്കാം. നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച മീനുണ്ടോ നോക്കി വെക്കാം. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഫിഷസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മീൻ നമുക്ക് എടുക്കാം. ഗായ്സ് നമുക്കിപ്പം മീനിനെ സെലക്ട് ചെയ്യാം. ഗായ്സ് നമുക്ക് ഈ ഫിഷിനെ എടുക്കാം. അപ്പോൾ ചേട്ടൻ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തരികയാണ് ഗായ്സ്. നമുക്ക് ഈ മീനിനെ എടുക്കാം ഗായ്സ്. അപ്പോൾ നമ്മുടെ 2 മീനുകൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഫുൾ പ്രഗ്നൻ്റ് ആണ് കേട്ടോ ഗായ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ വെള്ളത്തിൽ നടന്ന പോലത്തെ ചെടിയുണ്ട്, ഇഷ്ടംപോലെ ചെടിയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വരുമ്പോൾ എന്തായാലും വാങ്ങാം. നമ്മുടെ പുഞ്ചിരിനെ പോലെ എടുത്തിട്ടാണ് ഗായ്സ്. ഇവൻ ഭയങ്കര സ്നേഹമാണ് കേട്ടോ പുഞ്ചിരിക്കുട്ടിയെ ഗായ്സ്. അങ്ങനെ നമുക്ക് ചേട്ടൻ ഡിസ്കൗണ്ട് ആയിട്ട് നമുക്ക് നമ്മുടെ മീനിനെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് 30 റുപ്പീസാണ്. ഇപ്പോൾ 40 ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 30 റുപ്പീസിൽ നമ്മുടെ ഫിഷിനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സാധനം കൂടി വാങ്ങാനുണ്ട്. അപ്പോൾ നമുക്കിനി വേഗം സാധനങ്ങളൊക്കെ വാങ്ങാം ഗായ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സാധനങ്ങളൊക്കെ വാങ്ങുന്ന കടയിലാണ്. അപ്പോൾ നമ്മളിതാ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം വാങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പാക്ക് ചെയ്ത് വാങ്ങാം. അങ്ങനെ ഇത് നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് പടക്കം വാങ്ങാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നുമല്ല ഗായ്സ്, കുരങ്ങന്മാരെ ഓടിക്കാനാണ്. അപ്പോൾ പടക്കക്കട എന്ന് പറയുമ്പോൾ നമ്മൾ മുകളിലാണുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടക്കാം. അപ്പോൾ വലിയ മഴ വരുന്നതിന് നമുക്ക് വേഗം പോകാം ഗായ്സ്. നമുക്ക് വേഗം നടക്കണം ഗായ്സ്. ഗായ്സ് നമ്മൾ പടക്കക്കടയിലൊക്കെ കയറി പടക്കൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഗായ്സ്. എൻ്റെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾ കണ്ടില്ലേ ഗായ്സ്. മീനും ബാഗും എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മളിതാ അയ്യൻ പടക്കക്കടയിൽ നിന്ന് പടക്കമൊക്കെ വാങ്ങിയിട്ട് നമ്മളിൻ്റെ ബസ് കയറാൻ വേണ്ടി പോവാണ് ഗായ്സ്. ഇപ്പോൾ ഞാൻ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ബസ് കയറുന്ന വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. കയ്യിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഞാൻ ഇതൊക്കെ ബാഗിൽ ഇട്ടിട്ടുണ്ടെന്നാ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ കാര്യമൊക്കെ ഗായ്സ്. അപ്പോൾ നമ്മൾ മീനിനെ പിടിച്ചോണ്ടാണ് ബസ് കയറുന്നത്. അപ്പോൾ ബസ്സിലുള്ള എല്ലാവരും എൻ്റെ മീനിനെ നോക്കി കണ്ണ് വെക്കുമായിരുന്നു ഗായ്സ്. എൻ്റെ പാവം എൻ്റെ പ്രഗ്നൻ്റ് ആയ മീനുകളാണ് കണ്ടില്ലേ. അവർക്ക് നല്ല വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം വീട്ടിലേക്ക് നടക്കാം. അപ്പോൾ മഴ വരുന്നതിന് മുമ്പ് വീട്ടിലെത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. മഴ പെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും ഗായ്സ്. കാരണം ബാഗിൽ സാധനങ്ങൾ കാരണം നിറഞ്ഞിരിക്കുവാണ്. ഇനിയിപ്പോൾ എന്താവുന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് നടക്കാം. കിടന്ന മാസമായതുകൊണ്ട് തന്നെ എപ്പോഴാണ് മഴ പെട്ടെന്ന് പെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ വെയിൽ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെയിൽ നോക്കണ്ട, നമുക്ക് വേഗം നടക്കാം. ഞാൻ നടക്കുമ്പോൾ മീനുകൾ ഇങ്ങനെ കുലുങ്ങുകയാണ്. അവർ ഓർക്കുന്നുണ്ടാവും ഞാനെന്താ അവരെ ഇങ്ങനെയിട്ട് കുലുക്കുന്നതെന്ന്. പാവാട്ടോ. ആരാധന ബസ് വരുന്നുണ്ട് കേട്ടോ ഗായ്സ്. നിങ്ങൾക്ക് ഞാൻ എൻ്റെ ബസ് കാണിച്ചു തരാം. അമ്മേ ബസ് ഇപ്പോൾ എൻ്റെ നേരത്തേക്ക് കയറി വരുന്നത്. ബസ്സൊക്കെ പോയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ബസ്സൊക്കെ പോകുന്ന പാലാണ്. ഈ പാലാണ് നിറച്ച് വെള്ളത്തിലുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെന്താ പാലത്തിൻ്റെ ഇടയിൽ നടന്ന് വരികയാണ് ഗായ്സ്. അങ്ങനെ ഇതാ നടന്ന് ഞാൻ മടുത്തു ഗായ്സ്. ഭാഗ്യത്തിന് മഴ പെയ്തില്ലായിരുന്നു, വെയിലായിരുന്നു കേട്ടോ. ഈ ബാഗിന് വിചാരിച്ച പോലെ ഗായ്സ് വെയിറ്റ് ഉണ്ട്. എൻ്റെ പുറം ഒടിഞ്ഞപ്പോൾ ഞാൻ ഓർക്കും ഞാൻ എങ്ങനെ ഇത്രയും നാളെ സ്കൂളിൽ ബുക്കും ചുമന്നുകൊണ്ട് പോയതെന്ന് എനിക്ക് ഓർക്കുമ്പോൾ അത്ഭുതമാണ്. അപ്പോൾ കുറേ നാളെ സ്കൂളിൽ പോയിട്ടായതുകൊണ്ടാണ്. അങ്ങനെ നമ്മളിതാ മീനൊക്കെ വാങ്ങി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ ഇതാ ഞാൻ ടയേർഡായി ഇല്ലാതായിട്ടുണ്ട്. ഈ വീട്ടിൽ ചെന്നിട്ട് ഉറങ്ങണം ഗായ്സ്. വേണ്ട അല്ലേ, രാത്രി ഉറക്കം കിട്ടില്ല. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഞാൻ ഉറങ്ങുന്നില്ല. അല്ലെങ്കിലും ഉച്ചയ്ക്ക് ഉറങ്ങുന്ന അത്ര നല്ലതല്ല. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലേക്ക് ഇനി കയറാൻ വേണ്ടി പോവാണ് ഗായ്സ്. അപ്പം ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഗായ്സ് നമ്മുടെ ബാബാറ്റും കുട്ടിമണി എല്ലാവരും നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം ഗായ്സ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ടാറ്റാ.